സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ച ശബ്ദമായിരുന്നു എ.കെ. ഗോപാലന്റേത്. അദ്ദേഹം അന്തരിച്ചിരുന്ന് 47 വർഷം തികയുകയാണ്. പാവങ്ങളുടെ പടത്തലവെന്നായിരുന്നു എ.കെ.ജിയെ പൊതുവെ വിളിച്ചിരുന്നത്. മാത്രമല്ല, ലോകമറിയുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാളാണ് എ.കെ. ഗോപാലൻ. ഒരുപക്ഷെ സാധാരണക്കാരുടെ ശബ്ദമായി നമ്മുടെ പാർലമെന്റിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത എ.കെ.ജിയുടെ ഈ ചരമദിനത്തിൽ അദ്ദേഹം കടന്നു വന്ന വഴികളിലൂടെ നമ്മൾ പെട്ടെന്നൊന്ന് പോയി വരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രക്ഷോഭത്തിന്റെ കനലും കരുത്തുമായിരുന്നു എ.കെ.ജി എന്ന എ.കെ. ഗോപാലൻ. പാവങ്ങളുടെ പടത്തലവനായി എ.കെ.ജി മാറിയത് പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ സമരാനുഭവങ്ങളിലൂടെ ആയിരുന്നു. കേരള ചരിത്രത്തിലെ ഏറ്റവും ജനകീയനായ നേതാവെന്ന നിലയിലേക്കുള്ള എ.കെ. ഗോപാലന്റെ വളർച്ചയ്ക്ക് പിന്നിൽ നിസ്വാർത്ഥമായ ഇടപെടലുകളാണ് ഉള്ളത്. തൊഴിലാളികൾക്കും അവശത അനുഭവിക്കുന്ന സാധാരണക്കാർക്കുമൊപ്പമായിരുന്നു എ.കെ.ജിയുടെ ഹൃദയം. അധ്യാപക ജോലി ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന്റെ തീച്ചൂളയിലേക്കിറങ്ങിയ എ.കെ.ജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് രാഷ്ട്രീയത്തിലെത്തിയത്. ഗുരുവായൂർ സത്യഗ്രഹവും കർഷകരുടെ പട്ടിണി ജാഥയും അമരാവതി സമരവുമെല്ലാം എ.കെ.ജിയിലെ പോരാളിയെ കൂടുതൽ കരുത്തനാക്കി. കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് പാർട്ടിയിലും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലും പ്രവർത്തിച്ചു. പിളർപ്പിന് ശേഷം CPIM-നൊപ്പമായിരുന്നു എ.കെ.ജി. കോഫി ബോർഡ് തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള തീരുമാനമെടുത്തപ്പോൾ ഇന്ത്യൻ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ച് ഇന്ത്യൻ കോഫി ഹൌസ് എന്ന ഹോട്ടൽ ശൃംഖലയ്ക്ക് തുടക്കമിട്ടതും ചരിത്രം. ഒരർത്ഥത്തിൽ ചരിത്രം സൃഷ്ടിച്ച ജീവിത സമരങ്ങളുടെ കഥ കൂടിയാണ് എ.കെ.ജിയുടെ ജീവിതം. സാമൂഹ്യനീതിയിലും സമത്വത്തിലും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന എ.കെ.ജി തുടർച്ചയായി 5 തവണ പാർലമെന്റ് അംഗമായെങ്കിലും ഒരിക്കലും അധികാര രാഷ്ട്രീയത്തിന്റെ വഴിയെ നടന്നിട്ടില്ല. പാർട്ടി ഭരണത്തിലെത്തിയപ്പോഴും സമരവഴിയിലായിരുന്നു എ.കെ.ജി. 1977 മാർച്ച് 22-ന് എ.കെ.ജി വിടവാങ്ങി. ജീവിതം ത്യാഗനിർഭരമാക്കിയ വിപ്ലവ നക്ഷത്രത്തിന് 24-ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എ.കെ.ജി എന്നും ജനമനസ്സുകളിൽ ജീവിക്കും. കാരണം അധികാര കസേരയുടെ അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ലായിരുന്നു. സാധാരണക്കാരന്റെ ശബ്ദമായിരുന്നു എന്നും എ.കെ.ജി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനമനസ്സുകളിൽ ജീവിക്കും.